അർജുൻ എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഒരു മകനായി മാറിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുടെ കണ്ണീര്, അതായത് ഒരുപാടെന്ന് പറഞ്ഞാൽ കേരള ജനത, മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം അർജുൻ ഇന്ന് ഓർക്കപ്പെടുന്നുണ്ടാവാം. ഒരു പക്ഷേ കേരളത്തിലായിരുന്നെങ്കിൽ 48 മണിക്കൂറിനുള്ളിലെങ്കിലും മിനിമം അർജുനെ, ഒരുപക്ഷെ അർജുൻ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ടാകുമായിരുന്നു എന്ന് പ്രതീക്ഷിക്കാം. അവരൊന്നും ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ എന്താണ് അവർ ചെയ്തത്? അവിടെ കന്നഡക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് തീർച്ചയായിട്ടും നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. പണ്ട് തൊട്ടേ ഉള്ള പ്രശ്നമാണ് ഭാഷ. അവർക്ക് ഭാഷയോടാണ് സ്നേഹം. മലയാളികൾക്ക് അങ്ങനെയില്ല, ഏത് ഭാഷക്കാരനെയും മലയാളി രക്ഷിക്കും. റെസ്ക്യൂ ഓപ്പറേഷൻ നമ്പർ 1 നിൽക്കുന്ന ആൾക്കാരാണ് കേരളീയരെന്നതിൽ യാതൊരു സംശയമില്ല. 2018 കൊറോണ തൊട്ട്, നിപ്പ തൊട്ട്, ഈ പറയുന്ന ഈ ലേറ്റസ്റ്റ് നടന്ന മാൻഹോൾ കേസ് തൊട്ട് കേരളത്തിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ലോക പ്രശസ്തമാണ്. കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ചെയ്യുന്നു. പക്ഷെ ഇവിടുത്തെ മീഡിയാസ് പറയുന്നു അർജുനെ രക്ഷിക്കാൻ അവർ പ്രത്യേകപരമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എക്യുപ്മെന്റ്സ് അവർ യൂസ് ചെയ്യുന്നില്ല. കുറെ ആളുകളെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ആളുകളെ ആണെങ്കിൽ അവരവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ റെസ്ക്യൂ ഓപ്പറേഷൻ അവർ കൂടെ ചേർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളാണ് അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് മാധ്യമങ്ങൾ വളച്ചൊടിച്ച് സത്യങ്ങൾ മാധ്യമങ്ങൾ, കേരളീയ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. അതായത് 250 ഇത്രയും മണ്ണുകൾ വീണിട്ട് അവരാദ്യം 98% മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് എത്ര 5ാമത്തെ ദിവസമാണ് മാറ്റാൻ ശ്രമിക്കുന്നത്. അവർക്ക് ഭാഷയുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കർണാടകയിൽ അവർ കന്നഡ സംസാരിക്കുന്ന ആളുകളിലേക്ക് ഇവിടുന്ന് ഒരു മലയാളി വിളിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ജീവന്റെ കാര്യത്തിൽ എന്തിനാണ് ഭാഷ ഒരു തടസ്സമാകുന്നത്? സത്യം പറഞ്ഞാൽ ഈ ഗവൺമെന്റിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ ക്ലാഷ് തന്നെയാണ്. കാരണം അവിടെ ഉള്ള ഒരു ഗവൺമെന്റ്, സത്യം പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിന്റെ കുറച്ച് നേട്ടങ്ങൾ ഇവിടെ പല ആളുകൾക്കുമുണ്ട്. കേരളത്തെ പ്രളയത്തിൽ നിന്ന് പൊക്കിയെടുത്ത രാഷ്ട്രീയ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് താങ്കൾ സംസാരിക്കരുത്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ക്ഷണിതശീലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശാരിക, ഇന്ന് എന്നോടൊപ്പം ശിവജിത്ത്. നമസ്കാരം. അപ്പോൾ ശിവജിത്ത്, കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ക്ഷണിതശ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പൊ ക്ഷണിതശയില് ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ വിഷയം കറക്റ്റായിട്ടും ഇന്ന് ഇപ്പോൾ സാമൂഹ്യ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അർജുൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, ഏതാണ്ട് 10 ദിവസത്തിനടുത്തായിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇന്നേക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു ദിവസം വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ഇപ്പൊ 10 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കും. അതെ. ഇതുവരെ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അതാണ് ആ അർജുൻ എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഒരു മകനായി മാറിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുടെ കണ്ണീര്, അതായത് ഒരുപാടെന്ന് പറഞ്ഞാൽ കേരള ജനത, മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം അർജുൻ ഇന്ന് ഓർക്കപ്പെടുന്നുണ്ടാവാം. തീർച്ചയായിട്ടും. കാരണം ഈ സംഭവത്തിന് മുമ്പ് അർജുൻ എന്ന ട്രക്ക് ഡ്രൈവറെ ആർക്കും, കോഴിക്കോടുകാരനായ ട്രക്ക് ഡ്രൈവറെ ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് അർജുൻ എന്ന പേര് എല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷെ അതൊരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണെന്ന് മാത്രം. നല്ല സന്തോഷത്തിലല്ല അർജുന്റെ പേര് ആരും ഓർക്കുന്നത്. അതെ, അർജുനെ തിരിച്ചു കിട്ടുന്നിടം വരെ എന്തായാലും തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് കൂടുതൽ രീതിയിൽ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മുടെ ഈ ഒരു സിസ്റ്റം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതെ. നിർഭാഗ്യവശാൽ കർണാടകയിൽ വെച്ചാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം നിർഭാഗ്യവശാൽ എന്ന് ഞാൻ പറയാൻ കാര്യം, ഒരു പക്ഷേ കേരളത്തിലായിരുന്നെങ്കിൽ 48 മണിക്കൂറിനുള്ളിലെങ്കിലും മിനിമം അർജുനെ, ഒരുപക്ഷെ അർജുൻ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ടാകുമായിരുന്നു എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനെ നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ ആവണമെന്നില്ല കർണാടകയിലെ. അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അവരത് മാക്സിമം. അങ്ങനെയല്ല. കാരണം കർണാടക എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും 4ാമത്തെ സമ്പദ് വ്യവസ്ഥയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ്. എല്ലാ കാര്യത്തിലും മുൻപന്തിൽ നിന്ന് അഹങ്കരിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന് പറയെങ്കിലും പുറത്തെ ആൾക്കാർക്ക് കേരളം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഈ നമ്മുടെ അയൽ സംസ്ഥാനക്കാർക്ക് ഭയങ്കര പരമപുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വട്ടം കേരളീയരും കേരളക്കാരും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് കർണാടകയിന് എന്തിന്റെ മുൻപന്തിയിൽ നിൽക്കുമെന്ന് പറഞ്ഞാലും ശരി, മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ അവർ പൂജ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അർജുൻ മിസ്സായി എന്നവർക്ക് നേരത്തെ ഇവരുടെ ഫാമിലിയിൽ നിന്ന് ഒരു കോള് പോയപ്പോൾ തന്നെ ആദ്യം ഇത് എന്താ സംഭവം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഭാഷയുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കർണാടകയിൽ അവർ കന്നഡ സംസാരിക്കുന്ന ആളുകളിലേക്ക് ഇവിടുന്ന് ഒരു മലയാളി വിളിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അവർ പറയുന്നുണ്ട് ആദ്യം ഇതുപോലെ കേസിന് വേണ്ടിയിട്ട് FIR. ജീവന്റെ കാര്യത്തിൽ എന്തിനാണ് ഭാഷ ഒരു തടസ്സമാകുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് സംഭവം എന്താണെന്ന് ഒരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായാൽ മാത്രമല്ല അവർക്ക് സംസാരിക്കാൻ പറ്റും. നമ്മൾ നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആംഗ്യത്തിലൂടെ എങ്കിലും നമുക്ക് കാണിക്കാം. ഫോണിൽ വിളിച്ച ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇന്ന സ്ഥലത്ത് പെട്ട് കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഈ പെട്ട് കിടക്കണം എന്ന് പറയുമ്പോൾ ഭാഷയുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതായത് ഈ സംഭവം നടക്കുന്നത് ഏതാണ്ട് ജൂലൈ മാസം 16-ാം തീയതി രാവിലെ 9 മണിയോടെ നടക്കുന്നത്. ആ 9 മണിക്ക് സംഭവം നടന്നിട്ട് ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് അന്വേഷണം വരുന്നത് ഏതാണ്ട് 5 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ്. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ഹൈക്കമാൻഡ് അവരെ പ്രഷറൈസ് ചെയ്തിട്ടാണെന്ന് പോലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലാതെ ഒരിക്കലും കർണാടക സർക്കാർ സ്വമേധ
സ്വമേധയാ ഏറ്റെടുത്ത് ചെയ്ത ഒരു ദൗത്യം എന്ന് പറയാൻ തീർച്ചയായിട്ടും പറ്റില്ല. അവര് ചെയ്തിട്ടുണ്ട്. കേരളീയരുടെ ഒറ്റ ഇല്ലില്ല, പ്രഷർ അല്ല, കൊണ്ട് മാത്രമാണ് ഈ ഒരിക്കലുമില്ല. 10ാമത്തെ ദിവസം പോലും അവിടെ ആൾക്കാർ നിൽക്കുന്നതെന്ന് വേണം പറയാൻ. ഒരിക്കലുമില്ല. കാരണം ഇതുപോലെ മിസ്സായ എന്ത് മാനദണ്ഡത്തിലാണ് ശിവജിത്ത് ഇതൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഇവിടെയുള്ള ചില പത്രമാധ്യമങ്ങൾ അതിനെയാണെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇന്നിപ്പോ ലോകം മുഴുവൻ അറിയുകയും പലരിലേക്ക് വാർത്തകൾ എത്തുകയും ചെയ്യുന്നത്. എന്നതിന്റെ അർത്ഥം അവരാരും അവിടെ ഈ പറയുന്ന അർജുനെ ആണെങ്കിൽ സെർച്ച് ചെയ്യാനെ കൊണ്ട് പോയില്ല, റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തിയില്ല എന്നല്ല അതിന്റെ അർത്ഥം. അവർ ഈ ഇഷ്യൂ അറിഞ്ഞ ആ ഒരു ദിവസം തന്നെയാണെങ്കിൽ അവര് സെർച്ചിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്ത് സെർച്ചിന് വേണ്ടി? റെസ്ക്യൂ അവരാദ്യം ചെയ്ത കാര്യങ്ങൾ വാർത്തകളൊന്നും പിന്നെ ശിവ വായിക്കാറില്ല. കാരണം വാർത്തകളിൽ പറയുന്ന ആദ്യത്തെ 3 ദിവസങ്ങളിൽ ഒരു മണ്ണ് മാറ്റി ഹൈവേയിൽ നിന്ന്, അതായത് കൊച്ചി പനവേൽ ഹൈവേയിലാണ് മണ്ണിടിഞ്ഞ് വീണത്. ശിരൂരാണ് ഈ സംഭവം നടക്കുന്നത്. അതിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ ആ ഭാഗത്തേക്ക് വണ്ടികൾ പോകാനുള്ള സൗകര്യം മാത്രമാണ് കർണാടക സർക്കാർ ചെയ്തു കൊടുത്തത്. അല്ലാതെ ഒരിക്കലും അവിടുത്തെ ഒരു മണ്ണിന്റെ അടിയിൽ ജീവൻ പോയിട്ടുണ്ടെന്നോ മറിച്ച് അവിടെയുള്ള ബോഡികൾ കണ്ടെത്തുവാനോ ഒന്നും അവർ ശ്രദ്ധിച്ചില്ല. 7 ബോഡികൾ മാത്രം അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. ബാക്കി ഇനി 3 ബോഡികൾ മിസ്സിംഗ് ആണെന്ന് പറയപ്പെടുന്നു. അവിടെ എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ടൊരു ഉത്തരം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഞാൻ പറയട്ടെ, ആ റോഡിലെ മണ്ണ് മാറ്റിയാൽ മാത്രമേ അവിടെ കൂടുതൽ അകത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അല്ലാതെ പുറത്തു നിന്ന് നോക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും സൈഡിൽ നിന്ന് മണ്ണ് മാറ്റാൻ പറ്റൂല. അവർ കൃത്യമായിട്ട് റോഡിന്റെ നടുക്കുള്ള ഇത് മാറ്റിയാൽ മാത്രമേ ഓരോരോ സ്ഥലത്തേക്ക് വ്യാപിച്ച് കയറാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കവളപ്പാറ നമ്മുടെ നാട്ടിലൊരു സ്ഥലമാണല്ലേ, അവിടെ ഭൂകമ്പം അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായി. അവിടെ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ആ ഭൂപ്രകൃതിയോട് അറിയാവുന്ന ആൾക്കാരും നാട്ടുകാരും നമ്മുടെ ദൗത്യ സേനാംഗങ്ങളോ കൂടെ ചേർന്നാണ് എത്ര ആഴത്തിൽ മണ്ണ് കുഴിച്ചാൽ ഡെഡ് ബോഡികൾ കിട്ടുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ കർണാടക സർക്കാർ എന്തുകൊണ്ടാണ് അവരുടെ ആ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് അവിടുത്തെ മണ്ണിന്റെ ആഴങ്ങളെ കുറിച്ചും അറിയാൻ സാധിക്കാത്തത്? അവരുടെ വ്യവസ്ഥിതിയുടെ കുഴപ്പം കൊണ്ടല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ ഈ പറയുന്ന കാലാവസ്ഥ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഫൈനാണ്. പക്ഷേ അവരൊന്നും ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിലെ തീർച്ചയായിട്ടും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ എന്താണ് അവർ ചെയ്തത് അവിടെ? ഈ 5 ദിവസം ഒരു 5 ദിവസം ഒരു എന്താ പറയുക, നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടി വന്ന ഒരു 10 മിനിറ്റ് പോലും അദ്ദേഹത്തിന് ജീവൻ പിടിച്ചു നിർത്താൻ പറ്റില്ല. ആ ഇടയ്ക്കാണ് ഇത്രയും അടി മണ്ണ് വീണ് മനുഷ്യ ശരീരങ്ങൾ അതിന്റെ അടിയിൽ കിടന്നു. ടാങ്കർ ലോറിയാണ് അതിന്റെ അടിയിലേക്ക് പോയെന്ന് പറയപ്പെടുന്നത്. ഈ ഒരു സാഹചര്യം അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ്. കാരണം ഇത്ര ടൺ 200 അടി പൊക്കത്തിൽ നിന്നാണ് ഇത്രയും. എന്തുകൊണ്ടാണ് നമ്മൾ സേനാംഗങ്ങളോട് അവർ സഹകരിക്കാത്തോ? അവർ യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ ആൾക്കാരെ അടുപ്പിക്കാതെ? അവിടെ നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചു നോക്കിയാൽ മതി. അവിടെ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ശ്രമിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ മീഡിയാസും ഇതിനെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടെത്തുകയും ചെയ്യുന്നു. പിന്നീട് ഇവിടുന്ന് കുറെ ആൾക്കാർ അവിടെ എത്തുന്നു. ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് കുറെ ആൾക്കാർ റെസ്ക്യൂവിന് വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കിന് അവിടെയുള്ള ആളുകൾ പറഞ്ഞത്, മീൻസ് അവിടുത്തെ അതോറിറ്റീസ് പറഞ്ഞത് നിങ്ങൾ കാത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്ന് അവരുടെ കൂടെ ജീവൻ കളയാൻ അവർക്ക് താല്പര്യമില്ല. ഓൾറെഡി അർജുൻ ഇന്ന് ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് പോലും അതാണ് അവരുടെ കുഴപ്പങ്ങൾ എന്ന് പറയുന്നത്. ജീവൻ കളഞ്ഞും ആൾക്കാരെ രക്ഷിക്കാനുള്ള മനസ്സ് എപ്പോഴും മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം വണ്ടിയിൽ അപകടത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മൃഗത്തെ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാൻഹോളിൽപ്പെട്ട ഒരു പാവപ്പെട്ട മൃഗത്തെ പോലും അകത്തിറങ്ങി പരിശോധിച്ച് പുറത്തു കൊണ്ടുവന്ന ആൾക്കാരാണ് മലയാളികൾ. ജോയിയുടെ കാര്യം തന്നെ, നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ റെയിൽവേയിലെ മാൻഹോളിൽ വീണ ആ മനുഷ്യനെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന്, അതായത് മനുഷ്യർ പോലും ഒരുവിധപ്പെട്ട ബോധമുള്ള മനുഷ്യർ പോലും സൈഡിൽ കൂടെ നിൽക്കാൻ പോലും അറക്കുന്ന മനുഷ്യ വിസർജ മാലിന്യ കൂമ്പാരങ്ങളിൽ ഇറങ്ങിക്കിടന്ന് ആഴങ്ങളിൽ ഇറങ്ങിക്കിടന്ന് ആ മനുഷ്യ ഡെഡ് ബോഡി കണ്ടെത്തിയ സേനാംഗങ്ങളാണ് നമുക്കുള്ളത്. ആ സേനാംഗങ്ങളുടെ ഒരു പകുതി മനസ്സ് ഈ കർണാടകയിലെ ദൗത്യ സംഘത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അർജുനന് ജീവനോടെ അവർക്ക് ആ ഒരു മനസ്സുള്ളത് കൊണ്ടാണ്. ചാരിക നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, കർണാടക സർക്കാർ ആണെങ്കിൽ ജീവൻ കളഞ്ഞു പോലും രക്ഷിക്കാനുള്ള ഒരു മനസ്സ് അവർക്കില്ല. മനുഷ്യത്വമില്ലാത്തൊരു സർക്കാരായി മാറിയിരിക്കുന്നു കർണാടക. അവർക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അവരുടെ ജീവൻ എന്തിനു കൊണ്ടു ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് 20 പേരെ 20 ആൾക്കാരെ ഉണ്ടാക്കിയത്. അതല്ലാതെ രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറഞ്ഞ ഏത് പ്രവർത്തനം, അതായത് അങ്ങ് ഏറ്റവും ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോലും അദ്ദേഹം ചെന്ന് രക്ഷാപ്രവർത്തന ദൗത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും വേണ്ട, ഒരു മനുഷ്യജീവനെ രക്ഷിക്കാനാണെന്നൊരു പരിഗണന പോലും കൊടുക്കാതെ അവിടുത്തെ പോലീസ് മേധാവികൾ വളരെ മോശമായിട്ടാണ്. പിന്നെ ആ ട്രക്കിന്റെ ഓണർ മനാഫിനെ ഉപദ്രവിച്ചു. ഇതൊക്കെ എന്ത് നീതീകരണമാണ് പറയുന്നത്? അദ്ദേഹത്തെ എന്തൊക്കെ മോശമായിട്ടാണ് അവരെ ആ സ്ഥലത്തേക്ക് പോലും അടുപ്പിക്കാത്ത രീതിയിലായിരുന്നു അവരുടെ അടുപ്പിക്കാത്തതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ. അവിടെ അർജുന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്ഷിച്ചോ? 10ാമത്തെ ദിവസമായിട്ടും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ അതിന്റെ പുറത്തുനിന്ന് ഇത്രയും ആളുകൾ കൂടെ അവിടേക്ക് വരുമ്പോഴത്തേക്കിന് അവരുടെ മനുഷ്യജീവൻ പറയുന്നത് അത്രയൊക്കെ പ്രാധാന്യമുള്ള അവരുടെ സൗകര്യത്തിന് രക്ഷപ്പെടുത്തിൽ അദ്ദേഹത്തെ ജീവനോടെ അത് എങ്ങനെ കിട്ടുമെന്നാണ് താങ്കൾ പറയുന്നത്? അതും ഇത്രയും വലിയ ദുരന്തം നടന്ന സ്ഥലത്ത്. എനിക്ക് തോന്നുന്നു ശിവൻ അറിയില്ല അതിന്റെ ആ ഒരു ആഴം എത്രയാണെന്ന് ശിവൻ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിനെ കുറിച്ച് എനിക്ക് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോ പറയട്ടെ, ശാരിക ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ജീവൻ കൊടുത്ത് രക്ഷിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്
എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ജീവൻ കൊടുത്ത് രക്ഷിക്കേണ്ട കാര്യമില്ല. ജീവൻ സ്വന്തം ജീവൻ സേവ് ചെയ്ത് ഒപ്പമുള്ള ആളുകളുടെ അത് ശരിയാണ്. കാരണം താങ്കൾ പറഞ്ഞത് ശരിയാണ്. കർണാടക സർക്കാർ ആരെയും ജീവൻ കൊടുക്കുന്ന രക്ഷയില്ല. കാരണം അതിന് കുറച്ച് നാൾ മുമ്പ് 7 പേരാണ് അവരുടെ മലവെള്ളപ്പാച്ചിൽ ഒഴുകി പോയിട്ട് അവർക്ക് ഒരു പുല്ലുവില ഉണ്ടായിരുന്നില്ല. കാരണം കർണാടകത്തിൽ ജീവിക്കുന്നവർ മണ്ണിൻ മക്കൾ വാദം കൊടുത്ത് അവർക്ക് കുറെ മണ്ണ് മതി. അവർക്ക് ഒരിക്കലും മനുഷ്യരെ വേണ്ടാത്ത ഇതുപോലെ നീചന്മാരായ ഒരു സർക്കാരിനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സർക്കാരും അവിടുത്തെ ജനങ്ങളും എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ചെല്ലേണ്ടി വന്നു. അവിടുത്തെ ഏത് നാട്ടുകാരാണ് എനിക്ക് കാണുമ്പോൾ പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഈ ഗവൺമെന്റിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ ക്ലാഷ് തന്നെയാണ്. കാരണം അവിടെ ഉള്ള ഒരു ഗവൺമെന്റ് സത്യം പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിന്റെ കുറച്ച് നേട്ടങ്ങൾ ഇവിടെ പല ആളുകൾക്കും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടില് ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരിക്കലും രാഷ്ട്രീയ പാർട്ടികൾ അത് കാണിക്കാറില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ 2018 പ്രളയം. ജാതി ഭേദമന്യേ രാഷ്ട്രീയം ഇല്ലാതെ ഒരു ചുമപ്പെന്നോ മഞ്ഞയെന്നോ കറുപ്പെന്നോ നീലയെന്നോ പച്ചയെന്നോ ഇല്ലാതെ മനുഷ്യ ചങ്ങലകൾ കൂട്ടിക്കെട്ടി കേരളത്തെ പ്രളയത്തിൽ നിന്ന് പൊക്കിയെടുത്ത രാഷ്ട്രീയ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് താങ്കൾ സംസാരിക്കരുത്. അവിടെ മറ്റൊരു കാര്യമുണ്ട്. അന്ന് നാട്ടിലെ എല്ലാ ആളുകളും ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൃത്യമായിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പറയാൻ അനുവദിക്കും. അവിടെ ഇത്രയും ആളുകളാണെങ്കിൽ എന്താ രക്ഷപ്പെടുത്താനെ കൊണ്ട് അവിടെ വരുന്നു, കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ചെയ്യുന്നു. പക്ഷെ ഇവിടുത്തെ മീഡിയാസ് പറയുന്നു അർജുനെ രക്ഷിക്കാൻ അവർ പ്രത്യേകപരമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എക്യുപ്മെന്റ്സ് അവർ യൂസ് ചെയ്യുന്നില്ല. കുറെ ആളുകളെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ആളുകളെ ആണെങ്കിൽ അവരവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ റെസ്ക്യൂ ഓപ്പറേഷൻ അവർ കൂടെ ചേർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളാണ് അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് സത്യങ്ങൾ മാധ്യമങ്ങൾ കേരളീയ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. അതായത് 250 ഇത്രയും മണ്ണുകൾ വീണിട്ട് അവർ ആദ്യം 98% മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് 5-ാമത്തെ ദിവസമാണ് മാറ്റാൻ ശ്രമിക്കുന്നത്. 5-ാമത്തെ ദിവസം മാറ്റിയപ്പോൾ അവിടെ ലോറിയും ഇല്ല, ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല അവിടെ. പിന്നീട് 8-ാമത്തെ ദിവസം റഡാറിന്റെ സഹായത്തോടെ വ്യോമസേനയുടെ സഹായത്തോടെയാണ് നമ്മുടെ നദിയുടെ അടിത്തട്ടിലാണ് ലോറി കിടക്കുന്നത്, ട്രക്ക് കിടക്കുന്നത് കണ്ടെത്തിയത്. ഇപ്പൊ ഇവിടെ എവിടെയാണ് കർണാടക സർക്കാരിന്റെ ഡെഡിക്കേഷൻ കാണിച്ചിരിക്കുന്നത്? പറഞ്ഞാട്ടെ. ഞാൻ പറയട്ടെ, ഇവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ശാരീരിക എടുത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഓരോ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുള്ളത്. ഞാൻ വരുന്നതിന് മുമ്പ് നമ്മൾ സംസാരിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഒരു വാർത്ത കണ്ടതാണ്. അതിനകത്തെ തംനെയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോയുടെ തംനെയിൽ എന്ന് പറഞ്ഞാൽ അർജുനെ രക്ഷപ്പെടുത്തി എന്നായിരുന്നു തംനെയിൽ. ആ വീഡിയോക്ക് എന്താ 1 മില്യൺ പ്ലസ് എന്തോ വ്യൂവർഷിപ്പ് എന്നുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അർജുനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു മാധ്യമം മാത്രമല്ല ഉള്ളത്, ആ ഒരു മാധ്യമം മാത്രമല്ല, പക്ഷെ എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. TRPക്ക് വേണ്ടിയിട്ട് ഇവർ പല കാര്യങ്ങളും വളച്ചൊടിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. മാധ്യമങ്ങൾ ഒരു സൈഡിൽ നിന്നോട്ടെ, കർണാടക സർക്കാരിലും കേരള സർക്കാരിലും കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ മാധ്യമങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്ന അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മറിച്ച് അദ്ദേഹം കേരളത്തിലായിരുന്നെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അർജുന്റെ വീട്ടിലിരുന്നേനെ. തീർത്ത് പറയാൻ പറ്റില്ല. എന്താണ് പറയാൻ പറ്റാത്തത്? ഓപ്പറേഷൻ നമ്പർ 1 നിൽക്കുന്ന ആൾക്കാരാണ് കേരളീയരെന്ന് യാതൊരു സംശയമില്ല. 2018 കൊറോണ തൊട്ട് നിപ്പ തൊട്ട് ഈ പറയുന്ന ഈ ലേറ്റസ്റ്റ് നടന്ന മാൻഹോൾ കേസ് തൊട്ട് കേരളത്തിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ലോക പ്രശസ്തമാണ്. കർണാടക എന്താണ് ചെയ്യുന്നത് പറയുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, ഏറ്റവും നല്ല സയൻസ് ഉണ്ട്, ഏറ്റവും നല്ല ടെക്നിക്സ് ഉണ്ട്. ഇതൊന്നും അവരുടെ ഈ കാര്യത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ കേരളത്തിന്റെ മുമ്പിൽ ലജ്ജിച്ച് തല താന്നിക്കുന്ന അവസ്ഥയാണ് കർണാടകയ്ക്കുള്ളത്, കർണാടക സർക്കാരിനുള്ളത്. തന്നെ പറഞ്ഞു, കേരളത്തിലുള്ള ആളുകളെ ടോപ്പ് 1 നിൽക്കുന്ന ആളുകളാണ് റെസ്ക്യൂ ഓപ്പറേഷൻസിൽ. കർണാടകക്കാർ അങ്ങനെ ടോപ്പ് 1 നിൽക്കുന്ന ആളുകളല്ല. അവർക്ക് എന്ത് ചെയ്യാൻ മറ്റുള്ളവരെ ചെയ്യാൻ അനുവദിക്കെങ്കിലും ചെയ്യണം. എന്തിനാണ് ഈഗോ ക്ലാഷ്? അവിടെ ഒരു മനുഷ്യ താങ്കളെ കുറച്ചു മുമ്പ് പറഞ്ഞത് ഈഗോ ക്ലാഷ് ഉണ്ടെന്ന്. ചെയ്യാൻ അനുവദിക്കാതിരുന്ന കാര്യങ്ങളല്ല. അവിടെ ചെല്ലുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കൂടി ഒരു സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തുനിന്നുള്ള ആളുകളെ അകത്തേക്ക് കടത്തി വിടാതിരുന്നത്. അല്ലാതെ ഒരിക്കലും ഈ പറയുന്ന പോലെ പുറത്തുനിന്ന് ആൾക്കാർ വരണ്ട, ഞങ്ങൾ രക്ഷിച്ചോളാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യും എന്ന് എവിടെയും അവർ 5 ദിവസം അനങ്ങാതിരുന്നോണ്ട് മാത്രമാണ്. അതായത് ആദ്യത്തെ 5-ാമത്തെ ദിവസം വെറും 3-4 ഇറ്റാച്ചിയും 1-2 മണ്ണുമാന്തി യന്ത്രങ്ങളും മാത്രമാണ് അവരവിടെ കൊണ്ടിട്ടിരുന്നത്. അങ്ങനെയായിരുന്നു ഇത്രയും വലിയ ദുരന്തമൂത്ത് അവർ ചെയ്യേണ്ടിയിരുന്നതെന്ന് ശിവന് തോന്നിയില്ലേ? നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് അത്. നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ കുഴപ്പം. നമ്മുടെ നാട്ടിലെ സിസ്റ്റം അടിപൊളി ആയതുകൊണ്ടാണ്, ഹൈ പ്രൊഫൈൽഡ് ആയതുകൊണ്ടാണ് അവരിപ്പോ ഇത്രയും പേടിച്ചെങ്കിൽ അന്വേഷിക്കുന്നത്. ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെ ബോംബ് ഉണ്ടാക്കാനും തോക്കിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് വാങ്ങാനെ കൊണ്ട് ഇവിടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഏത് കേരളീയനാണ് പിന്നോട്ട് നിന്നിരിക്കുന്നത്? ഏത് എന്ത് സിസ്റ്റത്തിന്റെ കാര്യമാണ്. കർണാടക സർക്കാരിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നത്, പിന്നെ മറ്റു പല കാര്യങ്ങൾക്കും ചെലവാക്കുന്ന ഇതേ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്കിന് സുരക്ഷാ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് എന്തൊക്കെ സുരക്ഷാ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞാലും ഇന്ന് വരെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ രക്ഷിച്ചിരിക്കുന്നത് കേരള സർക്കാർ അല്ലെങ്കിൽ കേരളീയരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുരക്ഷയിൽ മുൻപിൽ നിൽക്കുന്ന കർണാടക സർക്കാർ എന്തുകൊണ്ട് ഒരു പാവപ്പെട്ട ട്രക്ക് ഡ്രൈവർ ലോറി ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡമായ ലോറിയെ കണ്ടെത്താൻ അവർക്ക് ഇത്രയും വൈകിക്കേണ്ടി വന്നു? അത് എന്തൊരു വീഴ്ചയാണത്? ഒരു വീഴ്ചയായിട്ട് അങ്ങനെ പരിപൂർണ്ണമായിട്ട് നമുക്ക് പുകഴ്ത്തണോ? ഒരിക്കലും പറ്റില്ല. ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് ശിവ സംസാരിക്കുന്നത്. ഞാൻ പറയട്ടെ, അവിടെ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവര് ഓഫീസ് ഡ്യൂട്ടി പോലെ രാവിലെ 10 മണിക്ക് വന്ന് വൈകിട്ട് 5 മണിക്ക് പോകുന്ന പോലെയാണ് അവർ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്നത്. കേരളീയർ ഒരിക്കലും അത് ചെയ്യില്ല. അവർ 24/7 ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവരൊരു അന്യ സംസ്ഥാനത്ത് ഞാൻ പറഞ്ഞില്ല, ജീവൻ പോലും കൊടുക്കും. അന്യ സംസ്ഥാനത്തുനിന്ന് വന്നൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരിക്കലും നോക്കാതെ കാണാതെ ഒന്നും അവർ ഇവിടെ ഇരുന്നില്ല.
ചെയ്യുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് അതവർ ചെയ്യുന്നുണ്ട്. അല്ലാതെ അതിലപ്പുറത്തേക്ക് ഇനി അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഉള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ട് അവർക്ക് മാക്സിമം രക്ഷിക്കാൻ, സേവ് ചെയ്യാനെ കൊണ്ട് ശ്രമിക്കാനല്ല. കഴിഞ്ഞിടയ്ക്ക് അന്യസംസ്ഥാന തൊഴിലാളി കേരളത്തിനകത്ത് അപകടത്തിൽപ്പെട്ടിട്ട് രക്ഷിച്ചത് അവിടെ ഭാഷ ഒരു അതിർവരമ്പായിരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഭാഷ അവിടെ പറയുന്നത്? കന്നഡക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് തീർച്ചയായിട്ടും നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. പണ്ട് തൊട്ടേ ഉള്ള പ്രശ്നമാണ് ഭാഷ. അവർക്ക് ഭാഷയോടാണ് സ്നേഹം. മലയാളികൾക്ക് അങ്ങനെയില്ല, ഏതോ ഭാഷക്കാരനെയും മലയാളി രക്ഷിക്കും. അതിന് ജീവനെന്നില്ല, കളറെന്നില്ല, ഭാഷയെന്നില്ല. അതെന്തുകൊണ്ടാണ് ശിവൻ അംഗീകരിക്കാൻ ഇത്ര മടി? എന്താണ്? നമ്മുടെ നാടിനെ അംഗീകരിക്കൂ. നമ്മുടെ നാടിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ നാടല്ല കർണാടക. ഓക്കെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ആ പരിമിതിയിൽ നിന്ന് വെച്ചുകൊണ്ട് അവർക്ക് എന്താണ് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുക? നമ്മുടെ കേരളത്തിലെ കൂട്ടെ എന്ത് വിഡിത്തരമാണ് ശിവ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തം നാട്ടിലെ ആൾക്കാര് അഹോരാത്രം പ്രയത്നിക്കുകയാണ് ആ മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ട്. എന്നാലോ ആ ഏത് സംസ്ഥാനത്താണോ ആ മനുഷ്യൻ അപകടത്തിൽപ്പെട്ടത്, അർജുൻ എന്ന വ്യക്തി അപകടത്തിൽപ്പെട്ടത്, അവർക്ക് യാതൊരു തരത്തിലുള്ള കൂസലുമില്ലാതെ 9ാമത്തെ ദിവസവും 10ാമത്തെ ദിവസം ഏതോ മൃഗത്തിന്റെ കൊടുക്കുന്ന ഒരു വില പോലും ഇല്ലാതെയാണ് അവിടെ കാര്യങ്ങൾ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അവർ പറഞ്ഞ റഡാർ വന്നില്ല, ഒരു ദിവസം പറയുന്ന മറ്റേ മണ്ണുമാന്തി വന്നിട്ടില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂടുന്നത്. മറിച്ച് ഒരു 48 hours കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത്രയും ടെക്നിക്കൽ അബൻഡൻസിൽ നിൽക്കുന്ന, ടെക്നിക്കൽ ഡെവലപ്മെന്റിൽ നിൽക്കുന്ന ഒരു നാട് നമ്മളോട് ചെയ്തതെന്ന് തന്നെ, കേരളീയരോട് ചെയ്ത ദ്രോഹമാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നിരുന്നാലും ഈ 10ാമത്തെ ദിവസവും വേദനയോടെ പറയട്ടെ, അർജുൻ ജീവനോട് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ വേദനയോടൊപ്പം ഞങ്ങളും ചേരുകയാണ്. തീർച്ചയായിട്ടും അർജുന്റെ ജീവന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.